പെറുവിലെ പെലിക്കൺ, പെറുവിയൻ പെലിക്കൺ. ഇതാണ് പെറുവിയൻ പെലിക്കൺ. അവളെ മോശക്കാരനല്ല, കൂടുതൽ അറിയാം. ഗുഡ് ഡേ. നമ്മളിപ്പോൾ ബോട്ടിൽ ഇങ്ങനെ കപ്പലിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് എടുക്കുക എന്ന് പറയും. ബൾക്ക് ഏരിയകളിലൊക്കെ ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടേ അതിൻ്റെ അളവെടുക്കുക എന്ന് പറയും. നമ്മൾ ട്രക്കൊക്കെ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അളവെടുക്കുമല്ലോ, അതേമാതിരി. ഇപ്പം നമ്മളുള്ളത് സൗത്ത് അമേരിക്കയിൽ പെറുവിൻ്റെ ഒരു പോർത്ത് ബയോവറാണ്. പോർത്ത് ബയോവർ. ഓക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന സമയത്ത് ധാരാളം പെലിക്കൺ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇതാണ്, കേട്ടോളൂ, യുക്കറായോഥ. ഓക്കെ. ഇവർ സാധാരണ ഈ പെറുവൻ പെലിക്കനെ പറ്റി പറയാൻ കാര്യം ഇവരുടെ പ്രശസ്തിയാണ്. ഇവർ എല്ലാവരുടെയും അറിയപ്പെടില്ല. ഈ സാധാരണ പെലിക്കണുണ്ട് നോർത്ത് അമേരിക്കയിലും കാനഡയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ പെറുവൻ പെലിക്കൺ എന്ന് പറയുന്നത് ഈ ഇക്വഡോറിൻ്റെ കുറച്ച് നോർത്തിലും പെറുവിൽ ഫുള്ളായിട്ടും സൗത്ത് അമേരിക്കയുടെ ചിലി ഉണ്ടല്ലോ, ചിലിയുടെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ. ഓക്കെ. ഇതാണ് ഇവർ സാധാരണക്കാരില്ല എന്ന് പറയാൻ കാര്യം ഇവർ ലോകത്തിൽ ഏറ്റവും വലിയ ടൈപ്പാണ്. ഇപ്പോൾ കൈകാൽ വിടർത്തി കഴിഞ്ഞാൽ 7.5 മീറ്റർ വിങ്ങിൻ്റെ നീളമുണ്ട്. ഇവർ കൂട്ടത്തോടെയാണ് ഇവരുടെ യാത്രയും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഓക്കെ. ഇവരുടെ മുട്ടയിടുന്ന സ്വഭാവം എന്ന് വെച്ചാൽ 33.5 ഡിഗ്രി താഴത്തേക്കാണ്, തണുപ്പിൽ ആയിട്ടാണ്. ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇതാണെങ്കിൽ തന്നെ അവിടെയൊന്നും പെറുവൻ പെലിക്കൺസ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ഫേമസ് ഇവരുടെ കഴിവ് കൊണ്ടാണ്. കാര്യം ഇവർ കുട്ടികൾക്ക് ഇത് വേണ്ടിയിട്ടേ എന്താ പറയുക, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം ഇല്ലെങ്കിൽ സ്വന്തം ശരീരം മുറിവേൽപ്പിച്ചിട്ട് അവർക്ക് ബ്ലഡ് കൊടുക്കും. അത് കാരണം ഇവരുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇവരുടെ ചിഹ്നം ലുസിയാന സ്റ്റേറ്റിൽ, അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ട്, അതിലത്തെ ഒരു സ്റ്റേറ്റാണ് സൗത്തിലുള്ള ലുസിയാന സ്റ്റേറ്റ്, അവിടെയുണ്ട്. അതേപോലെ ഹംഗറിയിൽ, യൂറോപ്പിലുള്ള ഹംഗറി മുനിസിപ്പാലിറ്റീൻ്റെ ചിഹ്നം ഈ കാണുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ കേസ്. പിന്നെ ഏറ്റവും ഇവരുടെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് കാര്യം ഈ പൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, ഈ കപ്പലുകളിൽ അതുമാതിരി എന്തെങ്കിലും ദുരിതം ഉണ്ടാകുന്ന സമയത്താണ് അവർക്ക് ഏറ്റവും ഇതുള്ളത്. അപ്പോൾ നമ്മൾ താഴേക്ക് പെർമിഷൻ ചോദിക്കാം. ഓക്കെ, പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, താഴെ പോയി നോക്കാം. അല്ലേ, നമ്മൾ ഈ കപ്പലിൽ കെട്ടിയിട്ടുള്ള അതിൻ്റെ താഴെ പോയി നോക്കുക. അപ്പോൾ താഴെ പോയി നോക്കണമല്ലോ, ധാരാളം പേര് ഇരിപ്പുണ്ട് അവിടെ, റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ പരിപാടി വെച്ചാൽ മീൻ പിടിക്കുകയാണ്. മീൻ പിടിക്കുക. ഈ മീനും അമാതിരി ചെറിയ ആമ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികൾ പിന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ള കളർ കണ്ടല്ലേ, നമ്മൾ പഴയൊരു വീഡിയോയിൽ കാണിച്ച മാതിരി ഇതേ തന്നെ പരിപാടി. കംപ്ലീറ്റ് തൂര് നാറ്റിക്കാന്ന് പറയില്ലേ, ഭയങ്കര സ്മെല്ല് ആ ഭാഗത്തൊക്കെ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് മാസ്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണത്. ഇവിടെ കംപ്ലീറ്റ് ഇതാക്കിയിരിക്കുകയാണ്. ഇവരുടെ കൂടെ തന്നെ ചെറിയ ചെറിയ ഇതുണ്ടല്ലോ, പക്ഷികളില്ലേ, അവരും ഫേമസ് ആണ്. അടുത്ത വീഡിയോയിൽ അവരെ പറ്റി കാണിച്ചു തരാം. ആണല്ലേ, ഭയങ്കര ഇതാണ്. ഇവരുടെ കൊക്കൊക്കെ നിവർത്തി കഴിഞ്ഞാലേ ഭയങ്കര അതിൻ്റെ ഇതുമാതിരി ഉണ്ടാവും. അവരുടെ കൊക്ക് പായ തുറന്നു കഴിഞ്ഞാലേ ഇതുണ്ടാവും, അതുമാതിരി ഉണ്ടാവും. അത് കോരി എടുക്കുകയാണ്. കോരി എടുത്തിട്ട് വെള്ളം കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. മനസ്സിലായില്ലേ? കൊക്കൊക്കെ നല്ല നീളമുണ്ട്. മറ്റുള്ള ഇതിനെയൊക്കെ അന്വേഷിച്ചിട്ട്, പെലിക്കണ്ണെ അപേക്ഷിച്ചിട്ട് കൊക്കിന് നീളം കൂടുതലാണ്, പിന്നെ വലിപ്പവും കൂടുതലാണ്. ഇപ്പോൾ യൂറോപ്പിലും അതുമാതിരി അമേരിക്കയിലൊക്കെ ഉണ്ട്, കാനഡയിലും കൂടുതലുണ്ട്. അതൊക്കെ ഇൻലാൻഡാണ്, അവിടെ ഫ്രഷ് വാട്ടറാണ്, അവിടെ ഐസിലും തണുപ്പിലൊക്കെ ഇരിക്കണതാണ്. ഗ്രേറ്റ് ലേക്സിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട്. ഗ്രേറ്റ് ലേക്സ് എന്ന് വെച്ചാൽ നാഗര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ടാണ് കാനഡ ഭാഗത്ത്, ആ ഭാഗത്തൊക്കെയാണ് ഉള്ളത്. ഇതിപ്പോൾ എല്ലാവിടെയും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതന്നെ, ഈ പെറുവൻ പെലിക്കൺ സൗത്ത് അമേരിക്കയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇവരുടെ കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ആ രാജ്യങ്ങളിൽ പോയതുകൊണ്ടാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമുക്കുള്ളവർക്ക് നാട്ടിലാണെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഏതൊക്കെയായാലും വൈകുന്നേരം സന്ധ്യം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രാവിലെ മുതലുള്ള അതാണ് ആക്ടിവിറ്റീസ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ എല്ലാം തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഈ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, കൈയും കാലും മുഖം കഴുകിയിട്ട് ഉറങ്ങാൻ പോണമായി ഈ ശരീരമൊക്കെ ഒന്ന് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വേറെ ആൾക്ക് തമ്മിൽ സഹായിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരെ. അല്ല, ഇപ്പോൾ സൂം ചെയ്യുമ്പോൾ ഇത്തിരി കുറവാണ്. നേരെ കൂട്ടത്തോടെയാണ് ഇവരുടെ യാത്ര. എന്നൊക്കെ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഓരോ ഭാഗത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ പക്ഷികളുടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് വരാം. ഓക്കെ, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അടുത്ത പക്ഷി എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അതും സൗത്ത് അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദൈവികമായ പക്ഷി എന്ന് പറയും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.